ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഗോപികമാരുടെ പരാതികളെ കുറിച്ചാണ് കേട്ടോ. ഒരു ദിവസം യശോദാമ്മയും രോഹിണിയമ്മയും നമ്മുടെ ഉണ്ണിക്കണ്ണനും ബലരാമനും അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ഗോപികമാര് അങ്ങോട്ടേക്ക് വന്നത്. അവര് വരുന്നത് കണ്ടപ്പോ തന്നെ യശോദാമ്മയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പരാതിക്കെട്ടുകളുമായിട്ടാണ് അവര് വരണത് എന്ന്. അവര് വന്നപ്പോ തന്നെ യശോദാമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്താ യശോദയെ സുഖമല്ലേ, ഞങ്ങള് വന്നത് എന്തിനാണെന്ന് അറിയോ എന്ന്. അപ്പോ യശോദാമ്മ പറയാണ്, എനിക്കറിയാം, പരാതി പറയാനല്ലേ എന്നും പറഞ്ഞ് യശോദാമ്മ ഉണ്ണിക്കണ്ണന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. അപ്പോ ഉണ്ണിക്കണ്ണനും നമ്മുടെ ബലരാമേട്ടനും കൂടി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഗോപിക വന്നിട്ട് പറയാണ്, എന്താ ഇന്നലെ ഉണ്ടായതെന്ന് അറിയൂ എന്റെ യശോദേ, ഞാന് പാല് കറക്കാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിന്റെ മകൻ വന്നിട്ട് പശുക്കുട്ടിയുടെ കെട്ടഴിച്ചു വിട്ടു. അപ്പോ ആ കുട്ടിയാണെങ്കിലോ അമ്മ പശുവിന്റെ പാല് കുടിച്ചിട്ട് ഞാൻ വരുമ്പോഴേക്കും പാലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് കറന്നപ്പോ പാലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോ അടുത്തൊരു ഗോപിക വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഗൃഹത്തില് ഈ പാലും വെണ്ണയും തൈരും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനും ഇവന്റെ കൂട്ടുകാരും വന്ന് അതെല്ലാം എടുത്തു കഴിച്ചു. അപ്പൊ ശകാരിക്കാനായിട്ട് പോയപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? അതെ, ഞങ്ങളുടെ വീട്ടിലും ഈ പാലും വെണ്ണയും തൈരും എല്ലാം ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇത് മോഷ്ടിച്ചു കഴിക്കാൻ മാത്രമുള്ള ദാരിദ്ര്യം ഒന്നും ഞങ്ങൾക്കില്ല എന്ന്. അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കോ എന്റെ യശോദേ? അപ്പോഴേക്കും അടുത്തൊരു ഗോപിക വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നിട്ട് ഇവരെന്താ ചെയ്തെന്ന് അറിയോ? ഇതേപോലെ പാലും വെണ്ണയും തൈരും എല്ലാം എടുത്തു കഴിച്ചു. പിന്നെ അവിടെ വന്നിട്ടുള്ള കുരങ്ങന്മാർക്കും പൂച്ചയ്ക്കും എല്ലാം അങ്ങോട്ട് വിസ്തരിച്ച് അങ്ങോട്ട് കൊടുത്തു. അവരാണെങ്കിലോ വയറ് നിറച്ച് കഴിച്ചിട്ട് ബാക്കി അവർക്ക് വേണ്ടെന്നായി കേട്ടോ. അപ്പൊ ഇവൻ എന്താ പറയണെന്നറിയോ? ഈ വെണ്ണയെല്ലാം പഴയതാ, കണ്ടില്ലേ, കുരങ്ങന്മാർക്ക് കൂടെ വേണ്ട എന്നും പറഞ്ഞ് ആ കനവ് ഒടിച്ചിട്ടാണ് ഇവൻ അവിടുന്ന് പോയത്. അപ്പൊ അടുത്തൊരു ഗോപിക പറഞ്ഞു, ഞാൻ എന്താ ചെയ്തത് അറിയോ? ഈ വെണ്ണയും പാലും തൈരും എല്ലാം ഞാൻ ഒരു ഇരുട്ടുള്ള ഒരു മുറിയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇത് കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവര് വന്നു, ഇവരുടെ ദേഹത്തുള്ള ബലരാമന്റെയും കൃഷ്ണന്റെയും ദേഹത്തുള്ള ഈ വജ്രാഭരണങ്ങള്, രത്നാഭരണങ്ങള്, പവിഴം കൊണ്ടുള്ള ആഭരണങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിന്റെ തിളക്കം കാരണം അവിടെ പ്രകാശം ഉണ്ടായി. അപ്പൊ കുട്ടികളെല്ലാം അത് കണ്ടു. എന്നിട്ട് അവരത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് വയറ് നിറയെ കഴിച്ചു. അപ്പൊ ഞാൻ എന്താ യശോദാമ്മയോട് പറയണമെന്നറിയോ? ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആഭരണങ്ങളൊന്നും അണിയിച്ചു കൊടുക്കരുത് കേട്ടോ, ആഭരണങ്ങളൊന്നും ഇല്ലാതിരിക്കണത് നല്ലത് എന്ന് ആ ഗോപിക പറഞ്ഞു. അപ്പോ വേറൊരു ഗോപിക പറയാണ്, എന്തൊക്കെ ആഭരണങ്ങൾ അണിയിച്ചില്ലെങ്കിലും അവരുടെ ദേഹത്തുള്ള തേജസ് കാരണം അവിടെ എല്ലാം പ്രകാശം ഉണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉണ്ണിക്കണ്ണനും ബലരാമേട്ടനും അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പരാതി പറയാനാണ് ഗോപികമാര് വന്നതെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിലും ഈ കുട്ടികളോട് അളവറ്റ വാത്സല്യമാണ്. യശോദാമ്മ ഉണ്ണിക്കണ്ണന് എന്തൊക്കെ ശിക്ഷ കൊടുത്താലും യശോദാമ്മയുടെ ഉള്ളിലും ഉണ്ണിക്കണ്ണന്റെ ഈ വികൃതികള് ഒരുപാട് ഇഷ്ടമാണ്. എന്തൊക്കെയാണ് നമ്മുടെ കണ്ണന്റെ, നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഓരോരോ ലീലാവിലാസങ്ങളല്ലേ.